സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാന്താര ചാപ്റ്റർ 1 ആണ്. അതായത് പഴയ കാന്താരയിലെ അതിന്റെ പ്രീക്വൽ, അതായത് അതിന്റെ മുന്നിൽ നടന്ന കഥയാണ് ഇത്. മൂവിയുടെ തുടക്കത്തിൽ കുലിക വേഷമിട്ട ഇദ്ദേഹം കാട്ടിൽ പോയി മറഞ്ഞു പോകുന്നതാണ്. ശേഷം ഈ പയ്യൻ അച്ഛൻ എവിടെയാ മറഞ്ഞു പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കഥയാണ്, നമ്മുടെ ദൈവമായ പഞ്ചുർലിയും കുലികയും ഇരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണിത്. പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കാന്താര എന്ന ഈ സ്ഥലത്തിരുന്ന് പ്രത്യേകമായ ഒരു കല്ല് കണ്ടപ്പോൾ അതിനെ അവർ വഴിപെടാൻ തുടങ്ങി. അപ്പോഴാണ് ബാൻഡ്രയിലെ രാജാവ് അവരെ പിടിച്ച് അടിമയാക്കുന്നത്. അപ്പോൾ കാന്താരയിലുള്ള ആ മായക്കാരൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാജാവ് എന്തോ കർമ്മം ചെയ്യുമ്പോൾ ആ മായക്കാരനെ കണ്ട് പിടിച്ചിട്ട് വരാൻ പറഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ മായക്കാരന്റെ അടുത്ത് നിന്നും കുറച്ച് സാധനങ്ങൾ വീണു. ഇത് കണ്ടപ്പോൾ തന്നെ ഇതിന്റെ മൂല്യം രാജാവിന് മനസ്സിലായി. ഇത് എവിടെയാണെന്ന് പറഞ്ഞ് ആ മായക്കാരൻ അവരെ കാന്താരയിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. പെട്ടെന്ന് ആ മായക്കാരൻ അപ്രത്യക്ഷമാവുന്നു. എല്ലാവരും പേടിക്കുന്നു. കാന്താരയിലെ കുലിക എന്ന ദൈവം ആ രാജാവിനെ കൊല്ലുന്നു. കൂടെ രാജാവിന്റെ മകനായ രാജേന്ദ്രനും ഉണ്ടായിരുന്നു. അതായത് കാന്താരയുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ കുലിക ദൈവമാണ് ഇവരെ രക്ഷിക്കുന്നത്. രാജാവിന്റെ മകൻ എവിടെയോ പോയി വീണപ്പോൾ കടമ്പറുകൾ എന്ന ആൾക്കാര് രാജേന്ദ്രനെ രക്ഷിച്ച് രാജേന്ദ്രൻ കാന്താരയെ പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോൾ കടമ്പറുകൾക്ക് കാന്താര ശക്തി അടയണമെന്നുള്ള മോഹം വന്നു. കടമ്പറുകൾ തന്നെ രാജേന്ദ്രനെ കൊട്ടാരത്തിൽ കൊണ്ടുവിട്ടു. വർഷങ്ങൾ കടന്നുപോയാലും രാജേന്ദ്രന് കാന്താരയെ നല്ല പേടിയുണ്ടായിരുന്നു. കാന്താരയിലെ ആ കുഴിയിൽ ഇറൈവൻ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു സ്ത്രീ തന്റെ മകനായിട്ട് അതിനെ എടുത്തു വളർത്തി. വർഷങ്ങൾ കടന്നു പോകുന്നു. രാജേന്ദ്രൻ തന്റെ മകന് പട്ടാഭിഷേകം നടത്തി രാജപദവി അവന് കൈമാറുന്നു. അവന്റെ ബിഹേവിയർ കാണുമ്പോൾ രാജാവിന് ഒട്ടും യോഗ്യതയില്ലാത്ത ആളായിട്ടാണ് തോന്നുന്നത്. ഇവന്റെ ഫ്രണ്ട്സിനെയും ഭടന്മാരെയും കൂട്ടിയിട്ട് കാന്താരയിലേക്ക് പോകുന്നു. അവിടെ പോയപ്പോൾ എന്തൊക്കെയോ അനർത്ഥം സംഭവിക്കുന്നു. രാജാവും കൂട്ടരും പേടിച്ചുകൂടി. ഭടന്മാരൊക്കെ അവിടെ തന്നെ കുടുങ്ങി. കാന്താരയിലെ ആൾക്കാരാണ് ഇവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കഥാനായകൻ ബെർമെ. അതിലെ ഒരുത്തനെ മാത്രം അവർ കാന്താരയിലേക്ക് കൊണ്ടുപോകുന്നു. കാന്താരയിലെ ആൾക്കാർക്ക് പുറത്തു പോകാൻ പേടിയാണ്. പുറത്തു പോയാൽ ബ്രഹ്മരാക്ഷസൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ബാൻഡ്രയിലെ ആൾക്കാർ ബോർഡർ കടന്ന് കാന്താരയിലേക്ക് വന്നത്. ഇവർക്ക് പേടി തോന്നിപ്പിക്കുന്നു. വീണ്ടും അവർ കൊണ്ടുപോയി അടിമപ്പെടുത്തുമോ എന്ന് പറഞ്ഞ്. പക്ഷെ നായകനും കൂട്ടുകാരും ഈ ഒരുത്തനെ വെച്ച് ബാൻഡ്രയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആ കൊന്നവരുടെ ഡ്രസ്സ് ഇവർ മാറ്റിയിട്ട് എല്ലാവരും ബാൻഡ്രയിലേക്ക് പോകുന്നു. ബാൻഡ്രയിലെ ഓരോ കാര്യങ്ങൾ കണ്ട് ഇവർ ആശ്ചര്യപ്പെടുന്നു. ബാൻഡ്രയിലെ അമ്പലം കെട്ടുന്ന പണി നടക്കുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു തേനീച്ച കൂടെ ഇളകി ഇലവരസിയെ കുത്താൻ വരുന്നു. ഇത് രാജേന്ദ്രന്റെ മോളാണ്. അപ്പോൾ നമ്മുടെ നായകൻ അവരെ രക്ഷിക്കുന്നു. പടൈത്തലവനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാത്തവരാരും നിങ്ങളെ രക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ പോണു. ഇവർ ഇങ്ങോട്ട് വന്നത് വേട്ടയാടാൻ ഇവർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങാനാണ്. പിന്നീട് അവിടെയുള്ള വ്യാപാര ചന്തയിൽ വെച്ച് ഇവരെ സംശയിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു അടി നടക്കുന്നു. ഇവർ അവിടെയുള്ള ഒരു തേരിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇവർ കാരണം അവിടെയുള്ള ഒരുപാട് സാധനങ്ങൾ തകർന്നു പോണു. ഇത് കണ്ട ഇലവരസി കനകവതി ആ തേരിനെ നിർത്താൻ പറഞ്ഞ് അവരെ പിടിക്കുന്നു. ഇവരെ കുറ്റവാളികളാക്കി യുവറാണി രാജസഭയിലേക്ക് കൊണ്ടുവരുന്നു. രാജാവിനോട് ഇവർ മോഷ്ടിക്കാൻ വന്ന് പിടിച്ചതാണെന്ന് പറയുന്നു. രാജാവ് എവിടെന്നാ വന്നതെന്ന് ചോദിച്ചപ്പോൾ കാന്താര എന്ന് പറഞ്ഞതും രാജേന്ദ്രനും എല്ലാവരും പേടിക്കുന്നു. ഗുണശേഖരൻ ഇവരെ ജയിലിലിട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു. രാജേന്ദ്രൻ അവരോട് വന്ന് സംസാരിക്കുന്നു. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങളും വന്നതെന്ന് ഗുണശേഖരനെ കണ്ണു കാണിക്കുന്നു. കാന്താരയ്ക്ക് പോയോ എന്ന് ഗുണശേഖരനോട് രാജേന്ദ്രൻ ചോദിക്കുന്നു. ശേഷം രാജേന്ദ്രൻ ഇവരോട് പറയുന്നു, തിരിച്ചു പോകാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് വന്നതെന്ന്. ബർമയെ സിമ്പിൾ ആയിട്ട് ചെങ്ങല പൊട്ടിച്ചിട്ട് ഇനിയും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. രാജേന്ദ്രൻ ഗുണശേഖരനോട് പറയുന്നു കാന്താരയുടെ ആൾക്കാരോട് നമ്മൾ പകയ്ക്കേണ്ട എന്ന്. പക്ഷേ ഗുണശേഖരൻ ഇതൊന്നും കേൾക്കാതെ ദേഷ്യപ്പെട്ടു പോണു. ഇതാണ് ഭോഗേന്ദ്രൻ, ഗുണശേഖരന്റെ കൂടെയുള്ളവനാണ്. ഭോഗേന്ദ്രൻ ഇയാളോട് പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, നിന്റെ അറബികൾക്ക് വിറ്റ് തരണമെന്ന് പറഞ്ഞിട്ട്. ഇയാളുടെ മകൻ പെപ്പെ അവിടുത്തെ ഒരുപാട് സാധനങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ തല്ലാനായിട്ട് പോകുന്നു. അവരുടെ സ്ഥലം കാന്താര എന്ന് പറഞ്ഞതും അവനും പേടിച്ചു. പെപ്പെ എങ്ങനെയാ അവിടെ നിന്നും പോകുന്നു. ആ ജയിലിൽ ആൾറെഡി ഒരുത്തനുണ്ടായിരുന്നു. അദ്ദേഹം ഇവരെ കണ്ട് നല്ലപോലെ പേടിക്കുന്നു. ബെർമെ പറയുന്നുണ്ട്, ഞങ്ങളും മനുഷ്യരാണ്, പേടിക്കേണ്ട എന്ന്. സംസാരിക്കുമ്പോൾ അറിയുന്നു അയാളാണ് സംഗപ്പ എന്ന്. അപ്പോൾ ബെർമെ ജനലിലൂടെ എന്തോ കാണുന്നു. ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നു അതാണ് തുറമുഖം, വ്യാപാരം ചെയ്യുന്ന സ്ഥലമെന്ന്. പിന്നീട് പെപ്പെ വന്നപ്പോൾ ബെർമെ അവന്റെ അടുത്തുള്ള സാധനങ്ങൾ കാണിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ കുറേയുണ്ട്, പുറത്തു വിട്ടാൽ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്ത് നിങ്ങൾക്ക് പകുതി തരാമെന്ന് പറയുന്നു. പക്ഷെ പെപ്പെ സമ്മതിച്ചില്ല. കാരണം നിങ്ങളെ അറബികൾക്ക് 100 വരാകത്തിന് വിറ്റു എന്ന് പറഞ്ഞു. പക്ഷെ അവർ എങ്ങനെയാ അവിടെ നിന്ന് പോകുന്നു. സംഗപ്പാനെയും കൂടെ കൂട്ടിയിട്ട് പോകുന്നു. അങ്ങനെ അവർ കാന്താരയിലേക്ക് പോയി വ്യവസായം ചെയ്യാമെന്ന് വ്യവസായം പറഞ്ഞു കൊടുക്കുന്നു. സംഗപ്പാനെ വെച്ച് ഓരോ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കുന്നു. അങ്ങനെ വ്യാപാരത്തിനായി എല്ലാ സാധനങ്ങളും റെഡിയാക്കി അവർ ബാൻഡ്രയിലേക്ക് വരുന്നു. അങ്ങനെ അവർ ബൂബയോട് പറഞ്ഞ് വ്യാപാരം ചെയ്യുന്നു. അവരുടെ സാധനങ്ങൾക്ക് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഒരുപാട് സാധനങ്ങളും അവർക്ക് കിട്ടി. കാന്താരക്കാർ വ്യാപാരം ചെയ്യുന്നത് ബാൻഡ്രക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരെ പോയി യുവറാണിയോട് പറയുന്നു. യുവറാണി വന്ന് അവനെ വിളിച്ച് വോൺ ചെയ്യുമെന്ന് കരുതിയാൽ വ്യാപാരം ചെയ്യാനുള്ള അനുമതി അവർക്ക് കൊടുത്തു. ശേഷം രാജാവിന് വേണ്ടി വന്ന കുതിരയിൽ ഇവൻ കയറിയപ്പോൾ നീ കാരണം ഈ കുതിരയെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന് ഈ ഭടന്മാർ പറയുന്നു. അപ്പോൾ
ബെർമെ പറയുന്നുണ്ട്, ഞാൻ തൊട്ടതെല്ലാം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നു. പക്ഷേ യുവറാണി കനകവതി സന്തോഷത്തോടെ ആ കുതിരയെ തടവുന്നു. ഇയാൾ ഇത് കണ്ട് ആശ്ചര്യപ്പെടുന്നു. അതിനുശേഷം അവർ നന്നായി സംസാരിക്കുന്നു, കറങ്ങി നടക്കുന്നു. ആ യുവറാണി ഇവന്റെ കയ്യിലെല്ലാം വന്ന് പിടിക്കുന്നുണ്ട്. ഇവനെ അലങ്കരിക്കാനായിട്ടൊക്കെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇവർ തമ്മിൽ സ്നേഹം വന്ന പോലെയാണ് കാണുന്നത്. ബെർമെ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ ആൾക്കാർ കണ്ടാൽ നിങ്ങൾ ഞങ്ങളുടെ അവിടേക്ക് വരേണ്ടി വരുമെന്ന്. യുവറാണി പറയുന്നു, ഞാനും കാത്തിരിക്കുന്നു, എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഈശ്വര പൂന്തോട്ടം കാണാനായിട്ട്. അവൻ വിസമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോണു. ശേഷം ഇവർ കാന്താരയിലേക്ക് വന്ന് നമ്മുടെ സാധനങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡാണ്, ഇനിയും കുറെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. അതിനായിട്ട് കാടിന്റെ ഉള്ളിലേക്ക് ഇനിയും പോകണമെന്ന് പറയുന്നു. അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പുലി വരുന്നു. പക്ഷെ പുലി എന്തോ പെട്ടെന്ന് ഇവന്റെ അടുത്തേക്ക് വന്ന് ഇവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉള്ളതുപോലെ കാണിക്കുന്നു. അങ്ങനെ പുലി അവിടെ നിന്ന് മാറിപ്പോയി. ഇവർ പുലിയെ പിന്തുടർന്ന് പോവുകയാണ്. പുലി അവരെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോണു. അപ്പോൾ അവിടെയായിരുന്നു കടമ്പറുകൾ ഉള്ളത്. അവർ ഇവരെ കൊല്ലാനായിട്ട് വരുന്നു. കടമ്പറുകൾ ഇവരിൽ ഒരാളെ കൊന്നു. പരമാവധി പൊരുതി കാന്താരക്കാർ എല്ലാരെയും അടിക്കുന്നു. അപ്പോഴാണ് കടമ്പക്കാരൻ തേവാങ്ങിന്റെ പടയുമായിട്ട് വന്ന് ഇവരെ തൂക്കിക്കെട്ടി വെട്ടാനായിട്ട് പോയപ്പോൾ ആ പുലി വന്ന് ഇയാളെ കടിച്ച് എടുത്തിട്ട് പോയി. ശേഷം ഇവർ ആ മരിച്ചവനെയും തൂക്കിയിട്ട് കാന്താരയിലേക്ക് വന്നു. ഇദ്ദേഹം ഇവരെ നല്ലപോലെ വഴക്കു പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞിട്ട്. ഇവൻ പറയുന്നു, പുലിയാണ് ഞങ്ങളെ കൂട്ടിയിട്ട് പോയതെന്ന്. അപ്പോഴാണ് ഇദ്ദേഹം കടമ്പറുകളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളൊക്കെ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവർ, പക്ഷെ അവരൊക്കെ അതേ ദൈവത്തിനെ നിയന്ത്രിച്ച് ബലശാലിയാകാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം അവരൊക്കെ അവരുടെ ഭാഗത്ത് വെള്ളപ്പൊക്കം വന്നു എന്ന് കാന്താരയിലേക്ക് വസിക്കാൻ വന്നിരുന്നു. വന്നവർ ആ കാന്താരയിലുള്ള ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അത് പ്രകൃതിയുടെ അഴിവിലൂടെ കാന്താര ജനങ്ങൾക്ക് മനസ്സിലായി. അവരോട് പൊരുതുന്നു. അപ്പോഴാണ് പാർവതി ദേവി അവരെ എതിർത്ത് പോരാടാനായിട്ട് പുലി ദൈവത്തെ അയച്ചത്. പുലി അയാളെ വേട്ടയാടി. ശേഷം കടമ്പറുകളെ എല്ലാവരെയും അടിച്ചു ഓട്ടി. ഇന്നും അവർ കാട്ടിലിരുന്ന് ബലശാലിയാകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ശേഷം ഇവിടെ കാന്താരിയുടെ ആൾക്കാര് നമ്മുടെ തുറമുഖത്ത് വ്യാപാരം ചെയ്യുന്നു എന്ന് ഗുണശേഖരനോട് പറഞ്ഞു. മാത്രമല്ല യുവറാണിയും അവന്റെ മേലെ ചെറിയൊരു കണ്ണുണ്ട് എന്ന് പറയുന്നു. ഭോഗേന്ദ്രനെ അത് ചോദിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. പക്ഷെ അവന് നല്ലപോലെ അടി കൊടുത്ത് പറഞ്ഞയച്ചു. ഇനി മുതൽ ഈ തുറമുഖം ഞങ്ങളുടേതാണെന്നും അവർ പറഞ്ഞു. ശേഷം ഇവർ തുറമുഖം തിരിച്ചു വാങ്ങാൻ എന്താ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. രാജേന്ദ്രൻ പറയുന്നു, അവരോട് പകയ്ക്കണ്ട, അവർക്ക് എന്താ വേണ്ടതെന്ന് കൊടുത്ത് തിരിച്ചു വാങ്ങാമെന്ന് പറയുന്നു. പക്ഷേ ഗുണശേഖരൻ പറയുന്നത്, അവര് നമ്മുടെ സ്ഥലത്ത് കാലുവെച്ചില്ലേ, ഇനി നമുക്ക് അവരുടെ സ്ഥലത്ത് കാലുവെക്കാമെന്ന് പറയുന്നു. ഇത് കേട്ടത് രാജേന്ദ്രന് പറ്റിയില്ല. ഇവർ തമ്മിൽ ചെറിയൊരു വാക്കുവാദം നടക്കുന്നു. രാജേന്ദ്രൻ പെട്ടെന്ന് മയങ്ങി വീഴുന്ന പോലെ ആവുന്നു. കാരണം ഗുണശേഖരൻ രാജേന്ദ്രൻ കഴിച്ച ഭക്ഷണത്തിൽ 3 ദിവസത്തേക്ക് ഉറങ്ങാനുള്ള എന്തോ കലർത്തി കൊടുത്തിരിക്കുന്നു. ശേഷം ഗുണശേഖരൻ കാന്താരിക്ക് പോകാൻ റെഡിയാവുന്നു. കാന്താരിയിലേക്ക് പോയി എല്ലാം തീ വെച്ച് കൊളുത്തുന്നു. പക്ഷെ ബെർമയും കൂട്ടുകാരനും അവിടെ ഉണ്ടായിരുന്നില്ല. ഗുണശേഖരൻ എല്ലാവരെയും കൊല്ലുന്നു. അപ്പോൾ അവർ അവരുടെ ദൈവത്തിനെ വിളിക്കുകയാണ്. ബെർമെ എന്താ സൗണ്ട് എന്ന് കേട്ടിട്ട് അങ്ങോട്ട് ഓടി വരുന്നു. അവൻ ആ കിണറ് ചാടിയതും കുലിക ദൈവം അവന്റെ മേലെ വന്നു. അവൻ കാട്ടുന്നതൊക്കെ കണ്ട് ഗുണശേഖരൻ എന്തോ ഒരു പേടി തോന്നി. അവന്റെ ആൾക്കാരെയൊക്കെ അടിച്ചു കൊല്ലുന്നത് കണ്ടപ്പോൾ അവൻ നല്ല പേടിച്ചു. അവസാനം അങ്ങനെ ഗുണശേഖരനെയും കൊന്നു. എന്നിട്ട് കുതിരപ്പുറത്ത് ഇവന്റെ ശവവും വെച്ച് കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷേ രാജേന്ദ്രനാണെങ്കിലും ഉണർന്നിട്ടുമില്ല. എല്ലാവരും ഇവന്റെ ശവവും വെച്ച് കാത്തിരിക്കുകയാണ് രാജാവിന് വേണ്ടി. രാജാവ് ഉണർന്നതും നേരെ വന്ന് ഇവന് തീ കത്തിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഇവർ രാജാവിനോട് പറയുന്നുണ്ട്, ഗർഭഗൃഹത്തിൽ വെക്കുന്ന ഈശ്വരലിംഗത്തിൽ വിരിസൽ വീണു എന്ന് പറയുന്നു. അതെന്താണെന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അതിനായിട്ട് ഒരു പരിഹാരമായിട്ട് അവർ ചെയ്യുന്നത്, ഈ യുവറാണി കാന്താരിയിലേക്ക് പോകുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഞങ്ങൾ ചെയ്ത തെറ്റിന് പരിഹാരമായി ഞങ്ങളുടെ സന്നിധാനത്തിൽ നിങ്ങളുടെ ദൈവത്തെ പ്രതിഷ്ഠിക്കാം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ഒന്നാവാമെന്നും പറയുന്നു. ശേഷം കാന്താരക്കാർ അവരുടെ ദൈവത്തോടൊക്കെ ചോദിച്ച് ഇവരുടെ ദൈവത്തെ ബാങ്കറയ്ക്ക് കൊണ്ടുപോകുന്നു. ചില പല ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ദൈവത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. എല്ലാം നല്ല രീതിക്ക് നടന്ന് ഇവർ കാന്താരിയിലോട്ട് തിരിച്ചും വരുന്നുണ്ട്. അപ്പോഴാണ് രാജാവിന്റെ സ്വപ്നത്തിൽ വന്ന ആ മായക്കാരൻ പറയുന്നത്, തെറ്റ് ചെയ്യാൻ എന്താ നിനക്ക് ദൈവത്തിന്റെ തുണ വേണോ എന്ന്. ഇവിടെ ബെർമയോട് മരിച്ചുപോയ അവന്റെ അമ്മ പറയുന്ന പോലെ ഈശ്വര പൂന്തോട്ടം എന്ന് പറഞ്ഞു വരുന്ന ആരെയും വിശ്വസിക്കരുതെന്ന്. നോക്കിയാൽ കടപ്പാവാസികൾ ആ മായക്കാരനെ കട്ടുപ്പെടുത്തിയ പോലെ ഇവൻ ഉണർന്നു വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ എന്തോ രോഗം ബാധിച്ചിരിക്കുന്നു. എല്ലാം മോശമായിട്ടാണ് നടക്കുന്നത്. അവരുടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിനെ ആരോ കട്ടുപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. വേറെ ആരുമായിരുന്നില്ല, കടപ്പാവാസികൾ. ഇതിന്റെയൊക്കെ പിന്നിൽ കനകവതിയും രാജേന്ദ്രനുമായിരുന്നു. ബർമയ്ക്കും എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി. ഇവൾ ഇവന്റെ കൂടെ ചേർന്ന് നടന്നതെല്ലാം ഇവന്റെ വിശ്വാസം കൈപ്പറ്റി അവരുടെ ദൈവത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കട്ടുപ്പെടുത്തി രാജേന്ദ്രനും തന്റെ അച്ഛനെ കൊന്ന ആ കാന്താര മക്കളെ കൊല്ലാനായിരുന്നു തിട്ടം. പക്ഷേ കടപ്പാവാസികൾക്കോ രാജേന്ദ്രനോ ബർമനെ എതിർക്കാൻ സാധിക്കില്ല. കാരണം അവൻ മൂലസ്ഥാനത്തിൽ നിന്ന് വന്നതുകൊണ്ട്. ഇതെല്ലാം അറിഞ്ഞ കാന്താരക്കാർ ബാൻഡ്രയുമായിട്ട് യുദ്ധത്തിന് വരുന്നു. അവിടെ ശക്തമായ യുദ്ധം നടക്കുന്നു. ഇവിടെ രാജേന്ദ്രനും കനകവതിയും പിന്നെ ആ കടപ്പാവാസിയും ചേർന്ന് എന്തൊക്കെയോ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നു. കാന്താരക്കാർ എങ്ങനെയോ യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ട് വരുന്നു. ഇത് പറയാൻ വന്നപ്പോൾ സൂര്യാസ്തമനം വരെ അവരെ തടയി എന്ന് പറയുന്നു. ബർമനെ തടയാനായിട്ട് അവന്റെ നഖവും മുടിയും എടുത്തിരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആ കാന്താരയെ, അതായത് ഈശ്വര പൂന്തോട്ടത്തെ അടയാനായിട്ടാണ്. അങ്ങനെ അവസാനം രാജേന്ദ്രന്റെ മേലെ അവന്റെ അച്ഛൻ വന്നു. ഇവർ രണ്ടുപേരും അങ്ങനെ യുദ്ധകളത്തിലേക്ക് പോയി. ബർമനെ ഇവർ അടിക്കുന്നു. പക്ഷെ ബർമന് ഇവരെ എതിർക്കാൻ കഴിയുന്നില്ല.
അപ്പോഴാണ് ആ മായക്കാരൻ അവിടെ വന്നത്. മായക്കാരൻ വന്നിട്ട് ഇവനോട് പറയുന്നു, നീ ആ കുഴിയിൽ നിന്നും കിട്ടിയത് കൊണ്ട് ആരാ വിട്ടിട്ട് പോയി, എന്തിനു വിട്ടിട്ട് പോയി എന്നു ആർക്കും അറിയില്ല. ഇപ്പൊ അത് അറിയാനുള്ള സമയമായി എന്ന് പറഞ്ഞ് അവനെ പോകാൻ പറയുന്നു. അവനും ആ കിണറ്റിന്റെ അടുത്ത് പോയിട്ട് വീഴുന്നു. അങ്ങനെ അവന് വേണ്ടി തനിയെ വഴി പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ അവൻ മുന്നോട്ട് പോകുമ്പോഴാണ് കാണുന്നത് ശിവലിംഗം. അവിടെ ഒരു ബ്രഹ്മരാക്ഷസൻ ഉണ്ടായിരുന്നു. അതിവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന് വീഴാൻ പോകുമ്പോൾ ആ ശൂലത്തിൽ പിടിച്ചപ്പോഴാണ് ദൈവം വരുന്നത്. അങ്ങനെ ദൈവത്തിനെ നിയന്ത്രിക്കാൻ വെച്ച കെട്ടൊക്കെ ഉടയുന്നു. ശേഷം കളത്തിലേക്ക് വന്ന് രാജേന്ദ്രനെയും കനകവതിയെയും കൊല്ലുന്നു. ശേഷം പഴയ പോലെ തന്നെ അവരുടെ ദൈവത്തെ കാന്താരയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ഇതോടെ ഈ മൂവി അവസാനിക്കുന്നു. ഇതുപോലുള്ള മൂവികൾ വെറും 10 മിനിറ്റ് കൊണ്ട് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.